ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു പണിയില്ലാതെ ഈ ചെടിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ ചോദിക്കുന്നത്, ദുബായ് മാൾ കാണാൻ വരുന്നോ എന്ന്. കേൾക്കേണ്ട താമസം ഞങ്ങൾ രണ്ടുപേരും റെഡി. അവിടെ ഒരു പുലിയുടെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇതാ ചെക്കന് പുലിയുടെ അടുത്ത് പോകാൻ പേടിയോട് പേടി. ഒരു രക്ഷയില്ല, പുള്ളി അടുക്കണില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പോലും പുള്ളി സമ്മതിക്കണില്ല. എന്നാൽ എങ്ങനെയും കൊണ്ടുവന്ന് നിർത്താമെന്ന് വെച്ചാലോ, എനിക്ക് മുന്നേ പുള്ളി ഓടടാ ഓട്ടം. എന്നാൽ പുലിയെ കാണണ്ട. കുറച്ച് ചേട്ടനും ചേച്ചിമാരും ഒക്കെ ഐസിൽ കൂടെ സ്കേറ്റ് ചെയ്ത് കളിക്കുന്ന കണ്ടോട്ടെ എന്നോർത്ത് അങ്ങോട്ട് പോയി. അതെന്തായാലും പുള്ളിക്ക് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടുത്തെ വാട്ടർഫോൾ കാണാനാണ് പോയത്. അത് അവന് ഇഷ്ടാവുമെന്ന് വിചാരിച്ചു. അത് കണ്ടപ്പോൾ പുള്ളിക്ക് വെള്ളത്തിൽ ചാടണം. കുറേയൊക്കെ വഴക്കുണ്ടാക്കി, എങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്ത് അവിടെ നിർത്തി. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എനിക്കവിടെ കാണാൻ ഏറ്റവും ഇഷ്ടം അവിടുത്തെ അക്വേറിയമാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനുകളും ഒക്കെ കാണാമല്ലോ. അവനും ഭയങ്കര ഇഷ്ടമാണ് മീനിനെ. അപ്പോൾ ഞങ്ങൾ അക്വേറിയത്തിലേക്ക് പിന്നെ പോയത്. അവിടെ ചെന്നപ്പോൾ അവന് ലോട്ടറി അടിച്ച സന്തോഷം. കൊള്ളാം, സൂപ്പർ, അവനങ്ങ് എൻജോയ് ചെയ്തു. അവിടെ ഓൾറെഡി കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ അവനങ്ങ് ഇഷ്ടമായി. എല്ലാ മീനിനെയും കണ്ടു, അടിച്ചു പൊളിച്ചു. തരം കിട്ടിയ 2 എണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുപോരാമെന്നും അവനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെക്കൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് വെച്ചാലോ, ചിരിക്കാൻ പറഞ്ഞപ്പോൾ 2-3 അടി. ആ അടിയും വാങ്ങിച്ച് അതിൻ്റെ വേദനയും സഹിച്ച് പിന്നെയും ചെക്കൻ്റെ പുറകെ വീഡിയോ എടുക്കാൻ ഞാൻ ഓട്ടം. അവനാണ് ഇത്രയും വലിയ മീനിനെയും ഇത്രയും വലിയ അക്വേറിയൊക്കെ കണ്ടതിൻ്റെ ത്രില്ലിലായിരുന്നു. വിധമിതമായ മീനുകളും കളർഫുള്ളായ മീനുകളും ഒക്കെ അവൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഓടിയും ചാടിയും പൊയ്ക്കൊണ്ടേയിരുന്നു. ഞങ്ങളവിടെ ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്തത് അവിടെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആരെന്നൊന്നും അറിയില്ല, അക്വേറിയം കാണാൻ വന്ന ഒരു ഫാമിലി. അവരെ കണ്ടതും എന്നോ കണ്ട പരിചയമുള്ള പോലെ അമ്പു അവരോട് മിണ്ടുന്നു, ചിരിക്കുന്നു, അവരുടെ കൂടെ കൂട്ടുകൂടുന്നു. അവരും ഹാപ്പി, അമ്പുവും ഹാപ്പി, ഞാനും ഹാപ്പി. അത് കഴിഞ്ഞ് പിന്നെ അതുവഴി അലഞ്ഞ് തിരിഞ്ഞ് കുറേയൊക്കെ നടന്നു. അവസാനം ആമ്പ് തളർന്നു പോയി ഗായ്സ്, തളർന്ന് ഉറങ്ങിപ്പോയി. ആമ്പ് ഉറങ്ങിയതൊക്കെ നോക്കി ഞങ്ങൾ തിരിച്ചു പോന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.